അമ്മമാർക്ക് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഒരു ചെറിയൊരു പടം പോയി കണ്ട്. ദിലീഷ് ഏട്ടനും ജാഫറിക്കയും പിന്നെ ദേവദർശിനിയൊക്കെയും എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ ആ എന്ന് പറയുന്ന സിനിമ കണ്ടു. ഞാൻ അമ്മ എന്നേ പറയുള്ളൂ. അതാണ് ആ സിനിമയുടെ അഴക്. പടം എനിക്കിഷ്ടപ്പെട്ടു. ഒറ്റ ബാക്കി പറയും, ഒരു കുഞ്ഞ് സിനിമയാണ്. 1 മണിക്കൂർ 50 മിനിറ്റോ 2 മണിക്കൂറോ തികച്ചേ ഉള്ളൂ ഈ ഒരു സിനിമ. അടിപൊളിയായിട്ടുണ്ട് സ്റ്റോറി. കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാർക്കൊക്കെ ഇത് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കാണുമ്പോൾ കണക്റ്റ് ആവും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന അമ്മമാർക്ക് ഇത് കണക്റ്റ് ആവും. അമ്മമാർ ശരിക്കും ഈ ഒരു സിനിമ കാണണം കേട്ടോ. എൻ്റെ അമ്മ നമ്മുടെ ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. ഞാനൊരു ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അമ്മമാർ കണ്ടിരിക്കണം ഈ ഒരു സിനിമ. അടിച്ചുപൊളി പടമൊന്നും അല്ല. ഇതൊരു ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ് കേട്ടോ. ഇതിൽ ദേവദർശിനി அக்கா சூப்பராக இருக்குது அக்கா. எனக்கு ரொம்ப பிடிச்சிருக்கு. உங்களோட காமெடி உங்களோட நிறைய படங்கள் நான் காமெடி ரொம்ப ரசிச்சுட்டு இருக்கேன். ஆனாலும் உங்களோட வேற ஒரு ஆக்டிங் நான் இந்த சினிமையில் நான் பார்த்தேன். ரொம்ப பிடிச்சிருக்காக்கா. அந்த பெர்ஃபார்மன்ஸுக்கு உங்களுக்கு ஒரு அவார்டு கிடைக்கணும் എന്ന് ரொம்ப ആശയാണ് இருக்குது. ഷൗട്ട് ഔട്ട് ടു ദ ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ഇറ്റ്സ് സൂപ്പർ. സൗണ്ട് മോഡുലേഷൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എങ്ങനെ പുള്ളിക്കാരി, ഞാൻ വിചാരിച്ചില്ല കോമഡിയിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടുവരും എന്നുള്ള ഒരു ഇതിലാണ്. പക്ഷെ സെക്കൻഡ് ഹാഫൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ദിലീഷ് ഏട്ടൻ ജാഫറൊക്കെ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മീര വാസുദേവനുണ്ട്, പിന്നെ അലൻസിയറുണ്ട്, മാലാ പാർവതി ഉണ്ട്, പിന്നെ നവാസ് മല്ലിക്കൊന്നുണ്ട്, പിന്നെ ബേബി നിഹാര. ഈ ഒരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഒരു കുഞ്ഞു കൊച്ച് നന്നായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കുഞ്ഞു ബേബി ഉണ്ട്. ആ കുട്ടിയും നന്നായിട്ടുണ്ട്. എന്ത് പറയണ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടടേ. കണ്ടിരിക്കണം കേട്ടോ. തീർച്ചയായിട്ടും അമ്മമാർ കണ്ടിരിക്കണം. ഒരു കാര്യം കൊണ്ട് പറയണം, സിനിമ നമ്മളൊരു കാണുമ്പോൾ ഒരു യാത്ര പോകുന്നൊരു ഫീൽ എനിക്ക് തോന്നി. കാരണം സിനിമ തുടങ്ങുമ്പോൾ ഒരു യാത്രയിൽ ഇങ്ങനെ പോകുന്നൊരു പരിപാടിയാണ്. നമ്മൾ ഒരു നാട്ടുപുറത്തൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിയായാലോ, ഓരോരോ ഫ്രെയിംസൊക്കെ കാണിക്കുമ്പോൾ വളരെ നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഒരു ഇമോഷണൽ പടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.